നിങ്ങൾ സങ്കൽപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ വളരെ പഴയ ഒരു വാച്ചുണ്ട്. നിങ്ങൾ ഒരു ടൈം മെഷീനിൽ കയറി വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ച് ആ വാച്ച് നിങ്ങളുടെ മുത്തച്ഛന് സമ്മാനമായി നൽകുന്നു. വർഷങ്ങൾക്ക് ശേഷം അതേ വാച്ച് മുത്തച്ഛൻ നിങ്ങൾക്ക് കൈമാറുന്നു. അങ്ങനെയെങ്കിൽ ഈ വാച്ച് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നത്? ആരാണ് ഇത് നിർമ്മിച്ചത്? ഇതിനെയാണ് ശാസ്ത്രലോകം ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ്? ലളിതമായി പറഞ്ഞാൽ, ഒരു വസ്തുവോ വിവരമോ ഭാവിയിൽ നിന്ന് ഭൂതകാലത്തേക്ക് അയക്കപ്പെടുകയും അത് പിന്നീട് ഭാവിയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇവിടെ ഒരു ലൂപ്പ് രൂപപ്പെടുന്നു. ഈ ലൂപ്പിന് ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ല. സാധാരണഗതിയിൽ ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടാകണം, എന്നാൽ ഇവിടെ കാരണം ഫലമായും ഫലം കാരണമായും മാറുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ കോസൽ ലൂപ്പ് എന്നും വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നതെന്ന് അറിയാമോ? പണ്ട് കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു പ്രയോഗമാണ് ടു പുൾ വൺ സെൽഫ് അപ്പ് ബൈ വൺസ് ബൂട്ട് സ്ട്രാപ്പ് എന്നത്. സ്വന്തം ഷൂസിന്റെ വള്ളിയിൽ പിടിച്ച് ഒരാൾക്ക് സ്വയം ഉയർത്താൻ കഴിയില്ലല്ലോ. അത് അസാധ്യമായ കാര്യമാണ്. അതുപോലെ ഒരു തുടക്കവുമില്ലാതെ ഒരു കാര്യം നിലനിൽക്കുന്നത് അസാധ്യമാണ് എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത്. ഇത് ശാസ്ത്രീയമായി സാധ്യമാണോ? ഭൗതികശാസ്ത്രമനുസരിച്ച് ഇതിന് സാധ്യതയുണ്ടോ? ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ പ്രകാരം സമയം വളയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഇത്തരം ലൂപ്പുകൾ ഉണ്ടായേക്കാം എന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് ഇത് അനുവദിക്കുമോ എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള ഒന്നാണ് സമയം. ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് സത്യമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവുമില്ലാതെ എക്കാലവും നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിവരും. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? സമയം എന്നത് നേർരേഖയിലാണോ അതോ വട്ടത്തിലാണോ സഞ്ചരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.